ലീഗിനെ വല്ലാതെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നത് ശരിയാണോ? അല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നത് തന്നെയല്ലേ? തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നത് തന്നെയല്ലേ? അവര് UDFന്റെ കൂടെയുള്ള കോൺഗ്രസിന്റെ കൂടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. ഈ വിജയത്തിലെ നിർണായകമായ പങ്കുവഹിച്ചൊരു കക്ഷിയാണ്. അവർ ഞങ്ങളുടെ കൂടെ കരുണാകരന്റെ കാലത്തും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് അന്നു മുതൽ. അവർക്ക് പ്രധാനപ്പെട്ട റോളുണ്ട്. പക്ഷെ അവരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് ഒരു വിദ്വേഷ ക്യാമ്പയിൻ കേരളത്തിൽ ഉണ്ടാക്കി ഒരു ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. കേരളത്തിന്റെ പൊതുസമൂഹത്തോട് എനിക്കുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആ സ്പേസ് ആരും കൊണ്ടുപോകും? വർഗീയ ശക്തികൾ കൊണ്ടുപോകും. അതിനെ തടുത്തു നിർത്തുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൂടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് ലീഗിനെ എതിർക്കുന്നവർ അത് മനസ്സിലാക്കണം. അതൊന്നും വെച്ചു പൊറിപ്പിക്കുന്ന പ്രശ്നമില്ല. അതിനോടൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. സെക്യുലർ നിലപാടിന്, മതേതര നിലപാടിന് ഒരു കോംപ്രമൈസും ഇല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പിന്നെയാണ് ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പോണ. ഒരു കോംപ്രമൈസും ഇല്ല. കേരളത്തെ ഭിന്നിപ്പിക്കാൻ സമ്മതിക്കില്ല. വരാനിരിക്കുന്ന തലമുറകൾ സൗഹാർദ്ദത്തോടുകൂടി, നമ്മുടെ മക്കളും കൊച്ചുമക്കളും സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു കേരളം, അത് തകർക്കാൻ ഒരു ശക്തിയെ സമ്മതിക്കില്ല. എന്തു വില കൊടുത്ത് അതിനെ എതിർക്കും. അല്ല, അവരത് പറയരുതെന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. എന്നെ വ്യക്തിപരമായി പറഞ്ഞു. വ്യക്തിപരമായി എന്നെ ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞു. എന്നോട് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. അനിഷ്ടം ഉണ്ടാവും. ചിലപ്പോൾ എന്റെ സ്വഭാവം ഇഷ്ടമല്ലായിരിക്കും. ഞാനത് കറക്റ്റ് ചെയ്യാം. പക്ഷേ വർഗീയത പറയരുത്. വർഗീയത പറയരുത്. അല്ല, BJPയുടെ പരിപാടി എന്താണ്? വിദ്വേഷ പ്രചരണമാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്വേഷ പ്രചരണം നമ്മളെ ഭിന്നിപ്പിക്കാനാണ്. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്? നിങ്ങൾ എത്ര ഇതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ മൈക്ക് വയ്ക്കുമ്പോൾ ഒരു തള്ളലല്ലാതെ ഭയങ്കര സ്നേഹബന്ധവും ഹൃദയബന്ധവും നിങ്ങൾ തമ്മിലില്ലേ? വിവിധ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ. അതിലൊരു ഭിന്നിപ്പുണ്ടായാലും ഒന്ന് സങ്കല്പിച്ചു നോക്ക്. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അതൊന്നും സമ്മതിക്കില്ല കേരളത്തിൽ. നമ്മൾ പറയില്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഈ രാജ്യത്തോടുള്ള കേരളത്തിന്റെ പ്രഖ്യാപനമാണ്. ഞങ്ങളുടേത് മതേതര കേരളമാണെന്ന്. അതമ്മ ഒരു പോറൽ വീഴ്ത്താൻ സമ്മതിക്കില്ല. നിലപാടാണടാ, നിലപാട്, ആർജവമുള്ള നിലപാട്. ഈ നിലപാടുള്ളത് കൊണ്ടല്ലേ സതീശനെ ഈ വർഗീയ തീട്ടങ്ങള് നിരന്തരമായിട്ട് വേട്ടയാടിയത്, അയാളെ അധിക്ഷേപിച്ചത്, അയാളെ പരിഹസിച്ചത്, അയാളെ വ്യക്തിഹത്യ നടത്തിയത് അല്ലേ? എന്തായിരുന്നു കാരണം മറ്റൊന്നുമായിരുന്നില്ല. കാരണം സതീശൻ എടുക്കുന്ന നിലപാട്, 4 വോട്ടിന് വേണ്ടി തൻ്റെ നിലപാട് മാറ്റില്ല എന്നുള്ള നിലപാട് കേരളം വളർന്നു വരുന്ന യുവതലമുറക്ക് കൂടിയുള്ളതാണ് അല്ലേ? സതീശൻ പറഞ്ഞൊരു വല്ലാത്തൊരു വാക്കുണ്ട്. സാധാരണക്കാരായ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ മനസ്സ് തൊട്ട വാക്ക് അല്ലേ? എന്താണത് സതീശൻ പറഞ്ഞത്? ഞാൻ ഇപ്പോഴും ഓർക്കുക. അത് ഏതോ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഇരുന്നു കൊണ്ടാണ് സതീശൻ പറഞ്ഞത്. നിറഞ്ഞ കയ്യടി സദസ്സ് കൊടുത്ത ആ വാക്ക്. സദസ്സ് നിറഞ്ഞ കയ്യടി കൊടുത്തു എന്ന് മാത്രമല്ല, ആ വാക്കുകൾ കേരളം ഏറ്റെടുത്തതാ. എന്താ സതീശൻ പറഞ്ഞത്? പിണറായി വിജയനും VD സതീശനും ഒക്കെ അധികകാലം ഉണ്ടാവില്ല, അത് കഴിഞ്ഞും കേരളം ഉണ്ടാകും. നമ്മുടെയൊക്കെ മക്കളും കൊച്ചുമക്കളും സൗഹാർദ്ദത്തോടു കൂടി, സാഹോദര്യത്തോടു കൂടി ജീവിക്കേണ്ട ഇടമാണ് കേരളം. ആ കേരളത്തെ തകർക്കാൻ ഒരു വർഗീയ ശക്തിയെയും അനുവദിക്കില്ല. 4 വോട്ടിന് വേണ്ടി ഒരുത്തന്റെ മുന്നിൽ മുട്ടുമടക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനം അല്ലേ? ആ പ്രഖ്യാപനമല്ലേ സാധാരണക്കാരന്റെ മനസ്സ് തൊട്ട പ്രഖ്യാപനം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ വർഗീയ ചാപ്പയടി ഇത് കൃത്യമായിട്ട് തുടങ്ങി വെച്ചതാരാ? ഇത് കൃത്യമായിട്ട് തുടങ്ങി വെച്ചത് CPM-കാരാണ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തില് ഇത് CPM-ന്റെ കയ്യിൽ ആയുധമായിരുന്നു. മുസ്ലിം ലീഗിനെ വർഗീയവൽക്കരിക്കുക, മുസ്ലിം ലീഗിനെ വർഗീയ ചാപ്പയടിക്കുക അല്ലേ? ഇത് കോൺഗ്രസ്സുകാരനായ ഷാഫി പറമ്പിൽ 2024 വടകരയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതേ ചാപ്പയടി ഷാഫിക്ക് നേരെ അവിടെ നടന്നതാ. അത് 2026 അതേ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലും ഇതേ ചാപ്പയടി തുടർന്നു അല്ലേ? മുസ്ലിം ലീഗിനെതിരെ നിരന്തരമായ വർഗീയ ചാപ്പയടിച്ചു കൊണ്ടിരിക്കുക. എന്താ മുസ്ലിം ലീഗ് ഇവിടെ ചെയ്തത്? ഈ കാലമത്രയും മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ ഭരണഘടന
ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാ. ഇന്ന് വരെ ഈ പാർട്ടി ഒരു രാജ്യവിരുദ്ധ ദ്രോഹ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടില്ല. ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും ഈ പാർട്ടി നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാ അല്ലേ? അങ്ങനെയുള്ള പ്രവർത്തനങ്ങളല്ലേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവിടെ 4 വോട്ട് കിട്ടില്ല എന്ന് കണ്ടപ്പോ മുസ്ലിം ലീഗിനെതിരെ വർഗീയ ചിത്രീകരണം നടത്തിയത് CPM-കാരൻ തുടങ്ങി വെച്ചതിനെ ഇന്ന് സംഘ് പരിവാറുകാരൻ ഏറ്റുപിടിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുണ്ട്. ഇന്നിപ്പോ ഇത് BJP-യുടെ സംഘ് പരിവാറിന്റെ ഹാൻഡിൽ നിന്ന് വന്നപ്പോൾ ഇത് ചർച്ചയാവുമ്പോ ഇതേ വർത്താനം വിജയരാഘവൻ പറഞ്ഞിട്ടുണ്ട്, AK ബാലൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ അവരുടെ വോട്ട് കിട്ടില്ല എന്ന് കാണുമ്പോൾ അവരെ അങ്ങ് മൂക്കിൽ വലിക്കാമെന്നുള്ള ഒരു ഏർപ്പാട് അല്ലേ? സഖാക്കൾ തുടങ്ങി വെച്ചതാ ഇത്. സഖാക്കളാണ് ഇതിന്റെ പിതാക്കന്മാര് സഖാക്കളാണ്. കേരളത്തിലെ സഖാക്കൾ തുടങ്ങി വെച്ചത് ഇന്ന് BJP ഏറ്റെടുക്കുക. വെറുപ്പ് വിദ്വേഷവും പകടത്തിയിട്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് അതിലൂടെ നേട്ടമുണ്ടാക്കാമെന്ന് സംഘ് പരിവാർ കരുതുന്നു. സംഘ് പരിവാറിന്റെ ആകെയുള്ള ഒരു രാഷ്ട്രീയ ആയുധം, ഈ രാജ്യത്ത് ഒന്നടങ്കമുള്ള രാഷ്ട്രീയ ആയുധം അതാ. വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ കടകൾ ഇങ്ങനെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുക. എന്നാൽ സംഘ് പരിവാറുകാരനും സഖാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തിന്റെ പോരാട്ടത്തില്, ഈ രാജ്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പില് മുസ്ലിം ലീഗുകാരന്റെ പങ്ക് എന്ന് പറയുന്നത്, അത് പാരമ്പര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരന്റെ തോക്കിന് മുന്നിൽ നെഞ്ച് വിരിച്ചു നിന്നിട്ട് ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയവന്റെ ചരിത്രമാ. മുസ്ലിം ലീഗുകാരൻ എവിടെയും തീവ്രവാദം പറഞ്ഞിട്ടില്ല, എവിടെയും മതവിദ്വേഷം പ്രചരിപ്പിച്ചിട്ടില്ല. മുസ്ലിം ലീഗുകാരൻ എവിടെയും അതിരുവിട്ട കളികൾക്കും നിന്നിട്ടില്ല. അധികാരത്തിന് വേണ്ടി എന്ത് ചെറ്റത്തരവും ചെയ്യുന്ന ഏർപ്പാട് അത് മുസ്ലിം ലീഗുകാരന് ഉണ്ടായിട്ടില്ല ഇന്നേ വരെ. ഇനി അത് ഉണ്ടാകുമോ? ഇനി അത് ഉണ്ടാവുകയുമില്ല. പക്ഷേ എൻ്റെ വലിയൊരു സങ്കടം എന്ന് പറയുന്നത്, ഈ രാജ്യത്ത് മുസ്ലിം ലീഗുകാരൻ അവൻ മതേതരവാദിയാണെന്ന് തെളിയിക്കേണ്ടി വരുന്നു. ഇത്രയും സാഹോദര്യത്തോടു കൂടി, മാനവികതയോടുകൂടി, സോഷ്യൽ ഫാബ്രിക്കിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടും, നിരന്തരമായി അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടും മുസ്ലിം ലീഗുകാരൻ മാത്രം ചാപ്പയടിക്കപ്പെടുന്നു. ഇത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഈ രാജ്യത്തെ ഭരണഘടനയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാ. ഇന്ന് വരെ ആ പാർട്ടി മതേതരത്വത്തിന് കോട്ടം തട്ടുന്ന ഒന്നും ഇന്ന് വരെ ചെയ്തിട്ടില്ല എന്നുള്ളതാ. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് സതീശൻ വേട്ടയാടപ്പെട്ടു എന്ന് ചോദിച്ചാൽ സതീശൻ മതേതരത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ആ സതീശന് മുസ്ലിം ലീഗ് പിന്തുണ നൽകി എന്നുള്ളത് കൂടി വരുമ്പോ വല്ലാത്ത ഹാലിളക്കമാ, വല്ലാത്ത കുരുപൊട്ടല. ജനങ്ങളെ ഭിന്നിപ്പിച്ച്, ജനങ്ങൾക്കിടയിൽ വിദ്വേഷവും വിഷവും കുത്തി നിറച്ച് അതിലൂടെ 4 വോട്ടുണ്ടാക്കുവാനുള്ള ശ്രമം, തമ്മിലടിപ്പിച്ച് ജനങ്ങളെ വിഭജിച്ച് അതിലൂടെ 4 വോട്ടുണ്ടാക്കുവാനുള്ള ശ്രമം. എത്ര പതിറ്റാണ്ടായി ഈ രാജ്യത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തിക്കുന്നു. ഇന്ന് വരെ എവിടെയൊക്കെയും അല്ലേ, എവിടെയൊക്കെ എന്തൊക്കെ മതസൗഹാർദ്ദത്തിന് വിലങ്ങുതടിയാവുന്ന, പരിക്കേൽപ്പിക്കുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ അവിടെ ആ സാഹോദര്യം ഊട്ടിയുറപ്പിക്കാൻ മുസ്ലിം ലീഗുകാരൻ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. ചെയ്തത് മറ്റു പലരുമായിരുന്നു. സംഘ് പരിവാറുകാരൻ ഈ രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കാൻ വേണ്ടി പ്രവർത്തിച്ചപ്പോ അന്ന് ഈ രാജ്യത്തിന്റെ സാഹോദര്യ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് മുസ്ലിം ലീഗുകാരനാ. എന്നിട്ട് 4 വോട്ടിന് തോറ്റി അമ്പിയെട്ടുമ്പോ, ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ലെന്ന് കരുതുമ്പോ, ജനം പുറംകാല് കൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കുമ്പോ RSSകാരനും അതേപോലെ സഖാക്കളും ഒരേ സ്വരം, ഒരേ വാക്കുകൾ, ഒരേ സെന്റൻസുകൾ, കുത്തും കോമയും പോലും മാറ്റമില്ലാതെ വർഗീയതയുടെ ചാപ്പയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാ. ജനം പുറംകാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചിട്ടും പാഠം പഠിക്കാത്ത ഒരു കൂട്ടര്, ഇസ്ലാമോഫോബിയ പടർത്താനായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടര്. ഈ വർഗീയതയുടെ വിത്ത് കേരളത്തിന്റെ മണ്ണിൽ പാകാൻ അനുവദിക്കില്ല സംഘ് പരിവാറുകാരാ. ഈ ചാപ്പയടി കൊണ്ട് തളർന്നു പോകുന്നവനല്ല മുസ്ലിം ലീഗുകാരൻ.
മുസ്ലിം ലീഗുകാരൻ്റെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടിയാണ്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാ. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ചാപ്പയടി കൊണ്ടൊന്നും മുസ്ലിം ലീഗുകാരൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ സംഘ് പരിവാറുകാരൻ വളർന്നിട്ടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. മനസ്സിലായില്ലേ? കേരളത്തിൻ്റെ ജനത എന്ന് പറയുന്നത് കേരളമേ നിങ്ങൾക്ക് നന്ദി, കേരളമേ നിങ്ങൾക്ക് നന്ദി, കേരളമേ നിങ്ങൾക്ക് നന്ദി. എന്തിനാണെന്നറിയാമോ? ഈ ചാപ്പയടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല ഉണ്ടായിട്ടുള്ളത്. ഈ ചാപ്പയടി തെരഞ്ഞെടുപ്പിന് മുൻപേ ഈ രാജ്യത്ത് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാ. ഇവിടെ ഒരു കാലത്ത് മുസ്ലിം ലീഗ് വലിയ മതേതര പാർട്ടിയായിരുന്നു, മുസ്ലിം ലീഗ് വലിയ മേന്മയുള്ള പാർട്ടിയായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായിരുന്നു. എന്നാൽ അത് സഖാക്കൾക്ക് അങ്ങനെയായിരുന്നു ഒരു ഘട്ടത്തിൽ നിലപാട്. പക്ഷേ മുസ്ലിം ലീഗിനെ കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ആ മുന്തിരി പുളിക്കുന്ന മുന്തിരിയാക്കി മാറ്റി. മുസ്ലിം ലീഗിനെ വർഗീയ ചാപ്പയടിക്കുകയാ. എന്താ കാരണം? അങ്ങനെ അങ്ങ് കുരുപൊട്ടി ഒലിക്കുകയല്ലേ. ഒരൊറ്റ ഒരു തരി പോലും അവശേഷിപ്പിക്കാതെ തുടച്ചു നീക്കിയപ്പോ വേദനയാ ഉള്ളിൻ്റെ ഉള്ളില്. മനസ്സിലായില്ലേ? തോറ്റ് തുന്നം പാറിയിട്ട് ആ പരാജയം മറക്കാൻ വേണ്ടിയിട്ട്, ആ പരാജയത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കി ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് കേരളത്തിൻ്റെ പ്രബുദ്ധരായ ജനം തിരിച്ചറിഞ്ഞതാ. ഇത് കേരളത്തിൻ്റെ മണ്ണിൽ വേവാത്ത പരിപ്പാണ്. പക്ഷേ എന്താണ് സമാധാനം? എന്താണ് ആകെയുള്ള പ്രതീക്ഷ അത്രയും സതീശനില്ല, സതീശന്റെ നിലപാടുകളില്ല. ആ മനുഷ്യൻ വെള്ളം ചേർക്കില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ആ മനുഷ്യൻ 4 വോട്ടിന് വേണ്ടിയിട്ട് ഒരു വർഗീയ ശക്തിയുടെ മുന്നിലും മുട്ടുമടക്കില്ല. അതിനെ നേരിടേണ്ട രീതിയിൽ ആ മനുഷ്യൻ നേരിടുമെന്നുള്ള കാര്യം ഉറപ്പാ. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യന്റെ നിലപാട്, മുഖ്യമന്ത്രി കസേരയിലേക്ക് അയാൾ നടന്ന് കയറിയ നിമിഷം ആ മനുഷ്യനെടുത്ത നിലപാട്, ആ നിലപാടല്ലടോ സഹോദരങ്ങളെ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത്, അല്ലേ? സംഘ് പരിവാർ നിരന്തരമായിട്ട് ഈ വർഗീയ ചാപ്പയുടെ എന്തുകൊണ്ട് കേരളത്തിൽ സംഘ് പരിവാറിന് കാലൂന്നാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിൻ്റെ മണ്ണിൽ ഈ വിഭാഗീയതയുടെ, ഈ വിദ്വേഷത്തിൻ്റെ, ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വില പോകില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ചാപ്പയടി കൊണ്ട് തളർന്നു പോകുന്നവനല്ല മുസ്ലിം ലീഗുകാരൻ. മനസ്സിലായില്ലേ? മുസ്ലിം ലീഗുകാരനെ സംരക്ഷിക്കാൻ, മുസ്ലിം ലീഗുകാരനെ വർഗീയ ചാപ്പയടിച്ചിട്ട് അങ്ങോട്ട് ഇല്ലാതെയാക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നടക്കില്ലടോ, നടക്കില്ല. നിങ്ങളുടെ അജണ്ടകൾ കേരളത്തിൻ്റെ മണ്ണിൽ വേവില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കാനുള്ളത്.